ഹലോ ഫ്രണ്ട്സ്, ഇന്നെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രുചിയും ഗുണവുമുള്ള ഒരടിപൊളി ഉപ്പേരിയാണ് മുരിങ്ങയിലയും അതുപോലെ തന്നെ ചക്കക്കുരുവും കൂടിയിട്ട്. മുരിങ്ങയില ചക്കക്കുരു ഉപ്പേരിക്ക് നമ്മൾ ആദ്യം മുരിങ്ങയിലൊക്കെ പറിച്ച് കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വലിയ പാത്രം വെള്ളത്തിൽ കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇലകളായിട്ട് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സൂക്ഷിച്ച് വെച്ച ചക്കക്കുരു എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചിട്ട് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു പാട പോലെ സാധനങ്ങളൊക്കെ കളയും. ഇനി ചക്കക്കുരു വൃത്തിയാക്കിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ വക സാധനങ്ങളും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഈ ചക്കക്കുരു ആദ്യം നന്നായിട്ട് വേവിച്ചെടുക്കും കുക്കർ. ഇത് വേവിക്കാൻ വെച്ച ഗ്യാപ്പിൽ നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ കാന്താരിമുളകും കൂടി ഒക്കെ ഒന്ന് ചിരകി റെഡിയാക്കി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില, നേരത്തെ കഴുകി റെഡിയാക്കി വെച്ച മുരിങ്ങയിലാണ് ചേർക്കേണ്ടത്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഒന്ന് കുക്കറൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാലും മതി. നമുക്ക് പെട്ടെന്ന് ഇലയോടി വെന്ത് കിട്ടും. നമുക്കിനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിമുളകൊക്കെ കൂടി ചേർക്കാം. നമുക്ക് ഈ സമയത്ത് തന്നെ പച്ചയായിട്ടുള്ള കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇനി തേങ്ങയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഈ സമയത്ത് ഉപ്പങ്ങനെ ആവശ്യമാണ് നമുക്ക് ഇടാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വറവ് തയ്യാറാക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് അതുപോലെ നല്ല ഉണക്കമുളകും ചേർത്ത് അതുപോലെ കൊച്ചുള്ളി, ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി ആണെങ്കിലും കൂടി അതും ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഉപ്പേരിയിലേക്ക്, അഥവാ പല പേരും പറയൂലേ, മെഴുക്ക് പറ്റി എന്നൊക്കെ പറയും, ഇതിലേക്കൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാനായിട്ട് അടച്ച് വെക്കുക. നല്ല ടേസ്റ്റുള്ള നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ പല പല ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വയറും നിറയും. അതുപോലെ അവരുടെ ടേസ്റ്റ് ബഡ്സൊക്കെ നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ അവർ കഴിക്കാനും പറ്റും. അപ്പോൾ കഞ്ഞിയുടെ കൂടെയൊക്കെയാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. നമ്മുടെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ചോറിനൂടെ ഒക്കെ ബെസ്റ്റായിട്ടുള്ള സാധനമാണ്. അഥവാ ഇനി ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ മുരിങ്ങയില ഉണ്ടാവുമായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് ഈ ഒരു ചക്കക്കാലം കൂടിയാണ്, എല്ലാവർക്കും ചക്കക്കുരുക്കെ സുലഭമായിട്ട് കിട്ടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാ കുട്ടികൾക്കും കൊടുക്കുക. അപ്പോൾ താങ്ക് യു.